ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത്തവണ വിഷുവും പെരുന്നാളും ഒക്കെ ആയിട്ട് നമുക്ക് പുതിയ റെസിപ്പീസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒത്തിരി തിരക്കുകളായിരുന്നു കേട്ടോ. ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് തിരക്കുകളായിരുന്നുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഒരു വലിയൊരു ബ്രേക്കിന് ശേഷം നമ്മളൊരു മസാല പൗഡറിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫിഷ് കറി ഉണ്ടാക്കാനായിട്ട് ഫിഷ് മസാല പൗഡർ ഉപയോഗിക്കുമല്ലോ. മാർക്കറ്റിൽ പല ബ്രാൻഡുകളുടെ ഫിഷ് മസാല പൗഡർ കിട്ടും. അത് ശരിക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ സിമ്പിളായിട്ട് നല്ല അടിപൊളി ഫിഷ് മസാല പൗഡർ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഹോം മെയ്ഡ് ഫിഷ് മസാല പൗഡർ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ പൗഡറിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ അളന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വറ്റൽ മുളക് ഒരു 20-25 വരും. അതിൻ്റെ കുരു കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്നിങ്ങനെ മുറിച്ചിട്ട് തട്ടിക്കളഞ്ഞാൽ മതി. അപ്പം എരിവ് കുറച്ചൊന്ന് കുറഞ്ഞിരിക്കും. പൗഡർ അധികം സ്പൈസി ആവത്തില്ല. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി. മീൻ കറിയിൽ മല്ലിപ്പൊടി ചേർക്കാത്തവരാണെങ്കിലും ഈ പൗഡറിൽ കുറച്ച് പച്ചമല്ലി ചേർക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇത് ഇഞ്ചിയാണ്, ചുക്കുണ്ടല്ലോ, അത് ഇഞ്ചി ഉണക്കിയെടുത്തത്. അപ്പോൾ ഇതിൻ്റെ പൗഡർ നമുക്ക് എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും, ചുക്കുപൊടി. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിപ്പോൾ വീട്ടിൽ തന്നെ അമ്മ റെഡിയാക്കി എടുത്താൽ കേട്ടോ. വെറുതെ ഇഞ്ചി അരിഞ്ഞിട്ട് ഒരു 4-5 ദിവസം വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയെടുത്താണ്. ഇതിപ്പോൾ ഏകദേശം 1 വർഷം മുന്നേ നമ്മൾ റെഡിയാക്കി വെച്ചതാണ്. ഈ ജലദോഷമൊക്കെ വരുമ്പോൾ ചുക്ക് കാപ്പി ഇട്ട് കുടിക്കാനൊക്കെ നല്ലതാണ്. നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി, കേടാകത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്തുനിന്ന് ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചുക്ക് പൊടിയാണെങ്കിൽ ഒരു 1 ടീസ്പൂൺ എടുത്താൽ മതി. പിന്നെ ഒരു 4-5 തണ്ട് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ടേബിൾ സ്പൂൺ അരി, നമ്മൾ ചോറ് വെക്കുന്ന അരി, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് പാനിലിട്ട് ചൂടാക്കി എടുക്കാം, ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം വറ്റൽ മുളക്. ഇതൊന്നും ഒരുപാട് കരിഞ്ഞു പോകരുത്, പക്ഷെ നല്ല മണം വരണം, നന്നായിട്ട് മൂത്തൊരു മണം വരണം. ഇനി ചേർക്കുന്നത് ചുക്ക്, അത് ഇഞ്ചി ഉണക്കിയത്. അപ്പോൾ ചുക്ക് പൊടിയാണെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യണേ. ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് അത് കരിഞ്ഞു പോവാതെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി അങ്ങ് എടുത്താൽ മതി. ഇനി കുരുമുളക് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് ഉലുവയും കടുകും കൂടി ഇട്ട് അതും കൂടി ഒന്ന് പെട്ടെന്ന് ചൂടാക്കി അങ്ങ് മാറ്റിയാൽ മതി. കാരണം ഉലുവയും കടുകും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ചൂടായി പൊട്ടാൻ തുടങ്ങും. പിന്നെ കറിവേപ്പില ഒരു 4-5 തണ്ട് ഇട്ടിട്ട് അതൊന്ന് നല്ലപോലെ ഫ്രൈ ആയി വരണം, ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരണം. കുറച്ച് അരി, ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ് കേട്ടോ. അത് ഇതുപോലെ നിറം മാറി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സാധനങ്ങളെല്ലാം നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞു. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സി ജാറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് പൊടിക്കാം. അപ്പോൾ ഈ ഒരു മസാല പൗഡറിൽ എല്ലാം കൂടി നമുക്കൊരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട്. അത് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഫിഷ് മസാല പൗഡർ എല്ലാം നമ്മൾ പൊടിച്ചെടുത്ത് കഴിഞ്ഞു. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇതിൻ്റെ ചൂട് മാറിക്കഴിയുമ്പം, പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ ഒരു ചൂടുണ്ടാവും, അതിന് മാറിക്കഴിയുമ്പം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു കുപ്പിയിലിട്ട് അടച്ച് സൂക്ഷിച്ചാൽ മതി. മീൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെക്കാം. ഇത് ഏകദേശം ഒരു 2-3 ആഴ്ച നമുക്ക് ഉപയോഗിക്കാനുണ്ടാവും. നിങ്ങൾ എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും കേട്ടോ. പിന്നെ ഒത്തിരി നാൾ സൂക്ഷിക്കാനാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള കുപ്പിയിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഫിഷ് മസാല പൗഡർ റെഡി. അപ്പോൾ ഇപ്പോൾ ഫിഷ് മസാല പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു മീൻ കറിയും കൂടി ഉണ്ടാക്കാം. ഒരുപാട് മസാല പൗഡറിൻ്റെ ആവശ്യമില്ല കേട്ടോ. കുറച്ചൊരു 1-2 ടീസ്പൂൺ ചേർത്താൽ മതി. ബാക്കി നമ്മൾ ഫിഷ് കറിയിൽ ചേർക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ കൂടെ തന്നെ ഈ ഒരു പൗഡറും കൂടി ഒരു 2 ടീസ്പൂൺ ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫിഷ് കറി ആയിട്ട് കിട്ടും. ഒരു മൺചട്ടിയിൽ എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കുറച്ച് കടുകും ഒരു നുള്ളു ഉലുവയും കൂടി ചേർക്കാം. മസാലയിൽ നമ്മൾ ഉലുവ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മീൻകറിയിൽ പിന്നെ ഒരുപാട് ആവശ്യമില്ല, ജസ്റ്റ് ഒരു നുള്ളു മാത്രം ചേർത്താൽ മതി. അതിനകത്തേക്കൊരു 10-15 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, 1-2 പച്ചമുളക്, 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ചുവയങ്ങ് മാറുകയും വേണം. അതിനകത്തേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-2.5 ടീസ്പൂണോളം മുളക് പൊടി,
കാശ്മീരി മുളക് പൊടി ആകുമ്പം എരിവ് അധികം കാണത്തില്ല. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഫിഷ് മസാല പൗഡർ ഉണ്ടല്ലോ, അതൊരു 2 അല്ലെങ്കിൽ 2.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അതിൻ്റെ ഒരു ഫ്ലേവർ എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 2.5 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഏത് ടൈപ്പ് ഫിഷ് കറി ഉണ്ടാക്കിയാലും ഈ ഒരു പൗഡർ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ കോട്ടയം സ്റ്റൈലിലോ തേങ്ങ അരച്ച ഫിഷ് കറി ഏതിലായാലും ഈ ഒരു പൗഡർ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നല്ലപോലെ ആ പൊടികളുടെ ഒരു ചുവയൊക്കെ അങ്ങ് മാറിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു. തക്കാളി നല്ലപോലെ വേവണം. ഇതിനകത്തേക്ക് കുറച്ച് വാളംപുളി, അപ്പോൾ കുടംപുളിയാണെങ്കിൽ അത് ചേർക്കാം, ഇഷ്ടമുള്ളത്. അപ്പോൾ ഞാനൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിനുള്ള വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ തന്നെ കുത്തിയെടുത്ത പുളിയാട്ടോ. അപ്പോൾ ഞാനത് പിഴിഞ്ഞൊന്നും ഒഴിച്ചിട്ടില്ല, അതുപോലെ തന്നെ അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി തക്കാളി നല്ലപോലെ വേവണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒത്തിരി വേണ്ട, ജസ്റ്റ് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വെന്തൊരു കുഴമ്പ് രൂപത്തിലായിട്ട് വരണം. ഇതുപോലെ ആയി കഴിയുമ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒരുപാട് കറിയാക്കുന്നില്ല, ഒരു ഏകദേശം മീൻ വറ്റിച്ചെടുക്കുന്ന ഒരു രീതിയിൽ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1.25 കപ്പോളം ഒഴിച്ചിട്ടുണ്ടാവും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അടച്ചു വെച്ച് ഈ കറി നല്ലപോലെ തിളയ്ക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് മീൻ ചേർക്കുന്നത്. അപ്പോൾ അതെ, കറി ഇങ്ങനെ തിളച്ച് കഴിയുമ്പോഴേക്കും മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ചൂരമീനാണ്, 1/2 കിലോ ചൂരമീൻ നന്നായിട്ട് കഴുകി കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരുന്നതാണ്. അതും കൂടി ഇട്ടിട്ട് ഇനി വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം. നല്ലപോലെ പാകത്തിന് വറ്റി കറിയൊക്കെ റെഡിയായി, മീനൊക്കെ വെന്ത് വരണം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഫിഷ് മസാല പൗഡർ ചേർത്ത അടിപൊളി ഫിഷ് കറി റെഡി. സ്റ്റൗ ഓഫ് ചെയ്തു, കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഫിഷ് മസാല പൗഡറും ഫിഷ് കറിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.